യു വിൽ ആസ്ക് ആരാ ചോദിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രിയാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രയോറിറ്റി ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റ് വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണമായിരിക്കും ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഇന്ന് ഈ ഗവൺമെൻറ് അധികാരമേൽക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും സ്വൈര ജീവിതം ഉറപ്പുവരുത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയ കേരള ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മന്ത്രിമാരുടെയും ഉത്തരവാദിത്വം ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. ഒരു പോരാട്ടം നടത്തേണ്ടി വന്നില്ല. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ. 40 വർഷം മുമ്പ് ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അങ്ങനൊരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഏത് വകുപ്പ് ഞാൻ തിരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് വകുപ്പ് ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൂടി കേട്ട ശേഷമാണ് പിന്നെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ എന്നെ വന്ന് 2 തവണ കണ്ടപ്പോഴും അദ്ദേഹം ഏത് വകുപ്പ് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം അതിലൊന്നും ഒരു പ്രശ്നവും നമുക്കില്ല. പിന്നെ ചേരണോ വേണ്ടയോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എൻ്റെ മണ്ഡലത്തെ ഹരിപ്പാട്ടെ ജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് ചേരുന്നത്. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. അത് അപ്പോൾ ഇതെല്ലാം ഇപ്പം പറഞ്ഞാൽ പിന്നെ പ്രഖ്യാപനത്തിന് അർത്ഥമില്ലാതെ ഞാൻ ഹാപ്പി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. കാരണം ക്രമസമാധാന നില പൂർണ്ണമായും സംരക്ഷിച്ച് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമായിരിക്കും ഞാൻ നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അങ്ങ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അല്ല, അതൊന്നും ഇവിടെ അതൊന്നും ചർച്ചാ വിഷയമല്ല. നമ്മൾ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ 21 പേരെയല്ല വെക്കാൻ പറ്റുമോ? ധാരാളം അർഹരായ ആളുകൾ ഉണ്ട്, ഒരു സംശയവുമില്ല. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്തവരുള്ള പ്രയാസവും വിഷമവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ UDF ഒരു മനസ്സോടെ മുന്നോട്ട് പോയി ഒരു മെച്ചപ്പെട്ട ഭരണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ടേ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണ്ടേ? അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അവർ കഠിനാധ്വാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം. മന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കഠിനാധ്വാനത്തിലൂടെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കാനുള്ളതാണ് എല്ലാവരുടെയും കടമ. പിന്നെ നമ്മളെ അധികാരത്തിലേറ്റ് ജനങ്ങളുടെ താല്പര്യം, പ്രവർത്തകരുടെ താല്പര്യം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ വേദിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ? തമിഴ്നാട് പറഞ്ഞത് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയാം. അല്ല, അതൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ നമ്മളല്ലല്ലോ തീരുമാനം പലപ്പോഴും, നമ്മുടെ പാർട്ടിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു പാരമ്പര്യമാണ് എനിക്കിന്ന് മുതൽ. 26ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ് ഞാൻ. 28ാമത്തെ വയസ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇന്ന് വരെ ആരും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ പാർട്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. അതെല്ലാം ഇതിൻ്റെ ഭാഗമായി വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായി കണക്കാക്കുക. പക്ഷേ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദി ഇത്തവണ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് 23,777 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. എൻ്റെ മണ്ഡലം ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. എപ്പോഴും ഞാനാണ് ആദ്യത്തെ കോൺഗ്രസ് MLA. 6ാം തവണയാണ് എന്നെ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്. ഓരോ തവണയും എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്.
ഇപ്പം 6ാം തവണ ഞാൻ മത്സരിച്ചപ്പോഴും 23,777 വോട്ടിൽ എന്നെ ജയിപ്പിച്ചു. അപ്പോൾ അത് ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം കൂടി കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെല്ലാം എനിക്ക് ശക്തി നൽകുന്ന എൻ്റെ സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. വാസ്തവത്തിൽ ഈ 10 വർഷക്കാലം ഈ നാട്ടിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത് ജയിലിൽ പോയി മർദ്ദനം സഹിച്ച ധാരാളം ചെറുപ്പക്കാരും പാർട്ടി പ്രവർത്തകരുമുണ്ട്. യാതന സഹിച്ചവരുണ്ട്, മാസങ്ങളോളം ജയിലിൽ കിടന്നവരുണ്ട്. അവരുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പ്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന് പോരാടിയ മുഴുവൻ ആളുകളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ വിജയമാണിത്. ആ പോരാട്ടം നടത്തിയ പ്രവർത്തകരെ ഒരിക്കലും മറക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകും. പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഇനി കേരളം ഭരിക്കാൻ പോകുന്ന ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്വൈര ജീവിതം ഉറപ്പു നൽകുകയാണ്.